ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിലേക്ക്. ബീജിംഗിൽ ചൈനീസ് വിദേശമന്ത്രി വാങ് യായുമായി 2 ദിവസം അതിർത്തി പ്രശ്നങ്ങളിൽ ചർച്ച നടത്തും. ഏകദേശം 5 വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് ഇരുപക്ഷവും തമ്മിലുള്ള പ്രത്യേക പ്രതിനിധികളുടെ സംഭാഷണം നടക്കുന്നത്. കസാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ഉണ്ടായിരുന്ന ധാരണ പ്രകാരമാണ് കൂടിക്കാഴ്ച. SR ഡയലോഗിന്റെ അവസാന റൗണ്ട് 2019 ഡിസംബറിൽ ന്യൂദില്ലിയിൽ വെച്ചാണ് നടന്നത്. ചൈനയും ഇന്ത്യയും സമ്മതിച്ചതുപോലെ ചൈന ഇന്ത്യ അതിർത്തി പ്രശ്നത്തിനായുള്ള പ്രത്യേക പ്രതിനിധികളുടെ 23ാം യോഗം ഡിസംബർ 18-ന് ബീജിംഗിൽ വാങ്ങും ഡോവലും തമ്മിൽ നടത്തുമെന്ന് തിങ്കളാഴ്ച രാത്രി എക്സിലെ പോസ്റ്റിലൂടെയാണ് അറിയിച്ചത്. ഒക്ടോബർ 23-ന് കസാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സംഭാഷണം പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് ഡിസംബർ 5-ന് നടന്ന നയതന്ത്ര ചർച്ചയിൽ ഇന്ത്യയും ചൈനയും വരാനിരിക്കുന്ന SR സംഭാഷണത്തിൽ തയ്യാറെടുത്തു. സംഭാഷണത്തിലുള്ള ഇന്ത്യയുടെ പ്രത്യേക പ്രതിനിധി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഡോവലാണെങ്കിൽ ചൈനയുടെ ഭാഗത്തു നിന്നും വിദേശകാര്യമന്ത്രി വാങ് യായാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. കിഴക്കൻ ലഡാക്ക് അതിർത്തിയിലെ നിരയെ മുൻനിർത്തി കഴിഞ്ഞ 5 വർഷമായി SR ഡയലോഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ആഹ്വാനം ചെയ്തിരുന്നു. അതിർത്തിയിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്തുന്നത് ഇരു രാജ്യങ്ങളുടെയും മുൻഗണനാ വിഷയമായി തുടരുമെന്നും പരസ്പര വിശ്വാസമാണ് ഉഭയകക്ഷി ബന്ധത്തിന്റെ അടിസ്ഥാനമെന്നും മോദി പറഞ്ഞിരുന്നു. ഇന്ത്യ ചൈന ബന്ധം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് മാത്രമല്ല ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും പുരോഗതിക്കും പ്രധാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിൽ ആശയവിനിമയവും സഹകരണവും ശക്തിപ്പെടുത്തണമെന്നും അതിർത്തിയിൽ സമാധാനം നിലനിർത്തണമെന്നും ഉച്ചകോടിയിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ് വ്യക്തമാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തേണ്ടത് ഇരു രാജ്യങ്ങൾക്കും അത്യാവശ്യമാണെന്നും ഷീ ജിൻപിങ് അഭിപ്രായപ്പെട്ടു. ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണത്തിന്റെ ആവശ്യകത അടിവരയിട്ടു പറഞ്ഞ ചൈനീസ് പ്രസിഡന്റ് ലോക സംഘർഷത്തിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് സമാധാനം കെട്ടിപ്പടുക്കേണ്ടതുണ്ടെന്നും പൊതുസുരക്ഷയുടെ കാവൽക്കാരാകണമെന്നും ആഹ്വാനം ചെയ്തിരുന്നു. അതേസമയം ചൈനയുടെ മനംമാറ്റത്തിനു പിന്നിൽ മറ്റൊരു കാരണമുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഈ വർഷത്തെ കണക്കനുസരിച്ച് ചൈനയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ഇന്ത്യയാണ്. $118.4 ബില്യൺ, ഏതാണ്ട് 10 ലക്ഷം കോടി രൂപ. അമേരിക്ക രണ്ടാമത്, $118.3 ബില്യൺ. വ്യാപാരമാന്ദ്യവും കടുത്ത തൊഴിലില്ലായ്മയും നേരിടുന്ന ചൈനയ്ക്ക് ഇന്ത്യയുമായുള്ള അതിർത്തി സമാധാനം പലതരത്തിൽ ഗുണകരമാണ്. ഇന്ത്യയുടെ വലിയ കമ്പോളമാണ് ആദ്യത്തേത്. നിയന്ത്രണ രേഖയ്ക്കടുത്ത് ഇന്ത്യ അതിവേഗത്തിലാണ് റോഡും പാലം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ചെടുത്തത്. മോദി ഡോവൽ ശങ്കർ ത്രയമാവട്ടെ ചൈനീസ് നിലപാടുകളെ തുറന്നുകാട്ടാനും നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും മടിക്കുന്നുമില്ല. ഇന്ത്യയുമായുള്ള സൗഹൃദമാണ് കൂടുതൽ ലാഭകരം എന്ന ബോധ്യത്തിൽ അവരെത്തിയിരിക്കണം. ഒരേ സമയം 2 യുദ്ധങ്ങൾ അനന്തമായി നീളുന്ന ലോകത്താണ് നാം ഇപ്പോൾ. കടുത്ത സാമ്പത്തിക ആശങ്കകൾ നിലനിൽക്കുമ്പോൾ മറ്റൊരു സംഘർഷത്തിന് പുറപ്പെടുന്നത് ഒട്ടും ബുദ്ധിയല്ലല്ലോ എന്നൊരു കണക്കുകൂട്ടലും അവർക്കുണ്ട്. കൂടാതെ മറ്റൊരു കാരണം, അന്താരാഷ്ട്ര രംഗത്ത് അമേരിക്കയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തി സ്വയം ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ചൈന. ഇറാനെ പോലെയുള്ള അമേരിക്കൻ വിരുദ്ധ ചേരിയിലെ രാജ്യങ്ങൾ സഹായം നൽകുന്നതും ലോകമെമ്പാടും തന്ത്രപ്രധാന മേഖലകളിൽ നങ്കൂരമിടുന്നതും ആ ലക്ഷ്യം വെച്ചാണ്. ചൈന ഇന്ത്യയുമായി കൈകോർക്കുന്നത് അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടമാവില്ലെന്നും ഉറപ്പാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.